ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷസ്തി അല്ലെങ്കിൽ ബ്ലർബിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പുതിയൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു രചനയാണ് ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പലർക്കും ഒരുപക്ഷെ ഡൗട്ട് തോന്നാം, എന്താണ് ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ്. ചിലർക്ക് ഒരുപക്ഷെ തോന്നാം എന്താണ് ബൂഡി കാക്കി എന്ന് പറയുന്ന ആ പാഠം, അതാണ് ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ്. അങ്ങനെയൊക്കെ പല ഡൗട്ടുകളുണ്ട്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള ബൂഡി കാക്കി എന്ന് പറയുന്ന ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ് കാറ്റഗറിയിൽ വരുന്ന ഒരു രചനയാണ്. അതെന്താണ്, ഒരു ഷസ്തിക്ക് എക്സാമ്പിളാണത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഷസ്തി എന്നതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും. ഓക്കെ, ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഏതെങ്കിലും ഒരു രചന, ബുക്ക് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു സാരാംശം, അതാണ് ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ്. കാരണം ഇന്ന് നമ്മളിപ്പോൾ സിനിമയ്ക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ട്രെയിലർ ഇറക്കുന്ന പോലെ തന്നെ ബുക്കിൻ്റെ ഒക്കെ പബ്ലിസിറ്റിക്ക് അല്ലെങ്കിൽ DVDകളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഈ ഷസ്തി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ബുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ബുക്ക് സ്റ്റാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് നോക്കിയിട്ടായിരിക്കും മിക്കവാറും ബുക്ക് അല്ലെങ്കിൽ DVD ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ അതിനെയാണ് ഷസ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്താണ്, ഒരു സിനിമയെക്കുറിച്ചാവാം അല്ലെങ്കിൽ ഒരു പുസ്തകത്തെക്കുറിച്ചാവാം. ഓക്കെ, അത് കൂടാതെ തന്നെ ഇതിൽ ആ സിനിമയാണെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ആരാണ്, ഒരു ബുക്കാണെങ്കിൽ അതിൻ്റെ റൈറ്റർ ആരാണ് എന്നതിനെക്കുറിച്ചൊരു ചെറിയ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ, സ്പെഷ്യൽ ക്യാരക്ടർ ആണെങ്കിൽ അതിനെക്കുറിച്ച് ഉണ്ടാവും. ഇതൊക്കെയാണ് ഷസ്തിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് എവിടെയാണ് ഷസ്തി കൊടുക്കുന്നത്, അതായത് ഒരു ബുക്കിൻ്റെ ബാക്ക് സൈഡിലെ കവർ പേജിലായിരിക്കും ഷസ്തി കൊടുക്കുക. അതുപോലെ തന്നെ DVD ആണെങ്കിലും അതുപോലെ തന്നെ. അപ്പോൾ നമ്മളിവിടെ ഒരു ബുക്കുണ്ട്, സമ്പൂർണ്ണ ചാണക്യനീതി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണിത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കവറാണ് ആദ്യത്തേത്. സെക്കൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് കവറാണ്. ഓക്കെ, അതിൻ്റെ ബാക്ക് കവറിൽ നമുക്കറിയാം, നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഷസ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ബുക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ബുക്ക് വായിക്കാനൊരു പ്രേരണ കൊടുക്കുക. ഓക്കെ, അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതുപോലെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ബുക്കിൻ്റെ പുറകിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ചാണക്യനീതി, ആ ടെക്സ്റ്റിനെ കുറിച്ച് എന്താണ്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ചാണക്യാസ് തോട്ട്സ് ഇൻ ഡൂസ് ആൻഡ് ഡോൺസ് ഫോർമാറ്റ് വിച്ച് വൺ ക്യാൻ അപ്ലൈ ഇൻ ദ കണ്ടക്ട് ഓഫ് വൺസ് ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ആ ബുക്കിൻ്റെ ഒരു ചെറിയ, ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു രചന നോക്കാം. ഇത് നമ്മുടെ ബാറ്റ്മാൻ ബിഗിൻസ് എന്ന് പറയുന്ന 2005 ഇറങ്ങിയ ബാറ്റ്മാൻ ട്രയോളജിയുടെ ഫസ്റ്റ് ഫിലിമിൻ്റെതാണ് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ഡയറക്റ്റ് ചെയ്തത്. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് ഇത് ഫസ്റ്റ് കാണുന്നത് അതിൻ്റെ ബാക്ക് കവറാണ്, പിന്നീടുള്ളത് ഫ്രണ്ട് കവർ. അപ്പോൾ അതിൻ്റെ കവറൊന്ന് വെച്ചിരിക്കുന്നതാണിത്, ആ DVD കവർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്ക് കവറിൽ, ഫ്രണ്ട് കവറിൽ നമുക്കറിയാം ബാറ്റ്മാൻ്റെ ഒരു ഇമേജ് ഉണ്ട്, പിന്നെ ടൈറ്റിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ബാക്ക് കവറിലേക്ക് നമുക്ക് പോകുമ്പോൾ ഒരു സ്കാൻ കോഡുണ്ട്, പിന്നെ അതിനെക്കുറിച്ച് ഫാൻറ്റാസ്റ്റിക്, ഇമോഷണൽ, ജെനുവിൻലി ഗ്രിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത് അത്ര ക്ലിയർ അല്ല, എനിവേസ് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, മാത്രമല്ല അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ DVDയുടെ ബാക്ക് കവറിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ എഴുതിയിരിക്കുന്ന ആ ഡിസ്ക്രിപ്ഷൻ, അതാണ് ഷസ്തി അല്ലെങ്കിൽ ആ ബ്ലർബ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്, നമ്മൾ ആദ്യമായിട്ടാണ് സ്കൂൾ നോക്കുകയാണെങ്കിൽ, സ്കൂൾ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാറ്റഗറി ലിറ്ററേച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് ഷസ്തി അല്ലെങ്കിൽ ബ്ലർബിനെ കുറിച്ചൊന്നും ഇല്ലായിരുന്നു, ഫിലിം റിവ്യൂസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും സിമ്പിളാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്കൊരു ഷസ്തി എഴുതാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. ഓക്കെ, ഇത് ബൂഡി കാക്കി എന്ന് പറയുന്ന ആ ഫിലിമിനെ കുറിച്ചുള്ള ഒരു ഷസ്തിയാണിത്. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് നോക്കാം शस्ती अथवा ब्लर्ब क्या है എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. ब्लर्ब किसी पुस्तक, सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले एक प्रेरक सारांश है. എന്താണ് സിനിമ അല്ലെങ്കിൽ ബുക്ക് അതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു ഷോർട്ട് സമ്മറിയാണ് शस्ती. അപ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, किसी पुस्तक सिनेमा के प्रचार के लिए लिखे जाने वाले प्रेरक सारांश को शस्ती कहते हैं. ब्लर्ब में किताब या फिल्म से संबंधित महत्वपूर्ण बातों को ही शामिल किया जाता है. അപ്പോൾ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് फिल्म या किताब से संबंधित महत्वपूर्ण बातें इसमें शामिल होता है. इसमें रचना और रचनाकार से संबंधित संक्षिप्त विवरण शामिल होगा. അടുത്ത ഒരു പോയിൻ്റാണ് രചന और रचनाकार से संबंधित संक्षिप्त विवरण. ഇപ്പോൾ നമ്മളറിയാം ബൂഡി കാക്കിയിലൊക്കെ ഉണ്ട് പ്രേംചന്ദ് ദ്വാര ലിഖിത് കഹാനി കെ ആധാർ पर എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനേ ഉള്ളൂ അവിടെ. किसी लोकप्रिय पात्र हो तो उसका भी जिक्र करना अच्छा होगा. നമുക്കറിയാം ബൂഡി കാക്കി ഫിലിം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ക്യാരക്ടർ ബൂഡി കാക്കിയാണ്. അതിനെക്കുറിച്ച് അതെന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടെന്ന് വളരെ ഷോർട്ടായിട്ട് ആ ശസ്തിയിൽ പറയുന്നുണ്ട്. ब्लर्ब आमतौर पर किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. ഇനി അത് എവിടെയാണ് അത് കൊടുക്കുന്നത്, എന്താണ് നമ്മളുടെ ബാക്ക് കവറിലാണ് ശസ്തി കൊടുക്കുന്നത്. ഓക്കെ, അതായത് ടെക്സ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ബാക്ക് കവറിൽ ഇപ്പോൾ നമ്മൾ ആ ചാണക്യനീതി നോക്കി, അതുപോലെ DVD ആണെങ്കിൽ അതിൻ്റെയും ബാക്ക് സൈഡിൽ ബാറ്റ്മാൻ്റെ നമ്മൾ നോക്കി. ब्लर्ब के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शकों को आकर्षित करना है. എന്താണ് ഇപ്പോൾ നമ്മളൊരു ട്രെയിലർ ഇറക്കുവാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്, അപ്പോൾ ആ ഫിലിമിനെ കുറിച്ച് ആളുകൾക്ക് ഒരു ഐഡിയ കൊടുക്കുക, അല്ലെങ്കിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ബ്ലർബ് അല്ലെങ്കിൽ ശസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് വായിക്കുന്നവരെ, ബുക്ക് ഇഷ്ടപ്പെടുന്നവരെ അതിലേക്ക് ആകർഷിക്കാനും ഓക്കെ അതിനൊക്കെ വേണ്ടിയാണ് ശസ്തി എഴുതുന്നത്. ब्लर्ब पढ़ते ही पाठक या दर्शक किताब पढ़ने या फिल्म देखने के लिए प्रेरित हो जाए. അപ്പോൾ എന്താണ് ഇത് വായിക്കുമ്പോഴാണെങ്കിൽ ആളുകൾക്ക് പുസ്തകം വായിക്കാൻ പ്രേരണ കിട്ടും, അല്ലെങ്കിൽ സിനിമ കാണാനൊരു പ്രേരണ കിട്ടും. इस दृष्टि से देखा जाए तो ब्लर्ब स्वयं ही एक सृजनात्मक कार्य है. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലർബ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രിയേറ്റീവ് വർക്കാണ്. ഓക്കെ, മറ്റേതൊരു രചന പോലെ തന്നെ ഒരു ക്രിയേറ്റീവ് വർക്കാണിത്. इसकी भाषा और प्रस्तुति की शैली अनोखी हो ताकि पढ़ते ही पाठक रचना के प्रति आकर्षित हो जाए. അപ്പോൾ എന്താണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു യുണീക്ക് വേയിലായിരിക്കണം ഇതെങ്കിലാണ് ആളുകളത് വായിക്കുമ്പോൾ തന്നെ അതിലേക്ക് അട്രാക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ശസ്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ബുക്കുകളിൽ ഉണ്ട്. ഇപ്പം നമ്മൾ DVD കാര്യം പറയണം, ഇന്ന് DVD VCDs അതത്ര ആവശ്യമില്ല ഇന്നത്തെ കാലത്ത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആ DVDയിലുള്ള ശസ്തികൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ, ഇന്നിപ്പം നമ്മൾ ഓൺലൈനായിട്ടാണ് ഫിലിംസൊക്കെ കാണുന്നതുകൊണ്ട് അത് നോക്കുന്നില്ല. അതർവൈസ് ഇപ്പോൾ ഇറങ്ങുന്ന ബുക്കുകളിലുണ്ട് ശസ്തി തീർച്ചയായിട്ടും. പിന്നെ ഫിലിമിൻ്റെയൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഇന്ന് ട്രെയിലറുകളൊക്കെയാണ് ഇറക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ശസ്തി ഫിലിം ഫീൽഡിൽ അത്ര ഇല്ല, കുറഞ്ഞു വരികയാണ്. പക്ഷേ ഉണ്ട്, കാരണം അവഞ്ചേഴ്സ് അങ്ങനെയുള്ള സിനിമകളൊക്കെ നമുക്ക് ബൾക്ക് കാസറ്റുകളായിട്ട് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിനകത്തൊക്കെ ശസ്തി ഇപ്പോഴും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ബുക്സുകളിൽ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ശസ്തി എന്താണ് ട്രെയിലറുകൾ ആ ശസ്തിയുടെ ആ ഒരു ഇത് ഫിലിം ഫീൽഡിൽ ഓവർകം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലർബ് അല്ലെങ്കിൽ ശസ്തി. ശസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു കാറ്റഗറിയാണത്. നമ്മൾ കവിത, സ്റ്റോറി, അതുപോലെ തന്നെ നോവൽ, ഇന്ന് എന്താണ് എസ്സേ, ഇതുപോലെയൊക്കെ തന്നെയുള്ള ഒരു കാറ്റഗറിയാണ് ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂഡിക്കാക്കിയല്ല ഒരിക്കലും. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് തഫ്തക്കിൽ. ഓക്കെ, ബൈ.